യെസ്. ഡോക്ടർ അനുപമ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ അനുപമ, ആരോഗ്യവകുപ്പ്, ആരോഗ്യമന്ത്രിയൊക്കെ വിശദീകരിക്കുന്നത് കേരളം കൃത്യമായ കണക്കുകൾ നടക്കുന്നത് കൊണ്ടും കൃത്യമായ റിപ്പോർട്ടിംഗ് നടക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ കണക്ക് ഉയർന്നിരിക്കുന്നത്. 35% എന്നതാണ് രാജ്യത്തെ രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിൻ്റെ കണക്ക്. അതുതന്നെയാണോ യഥാർത്ഥ വസ്തുത? നമ്മൾ എത്ര കണ്ട് ജാഗരൂകമാകണം? നമസ്കാരം. തീർച്ചയായിട്ടും വീണ്ടും ഒരു കോവിഡ് കാലം വരികയാണ്. അതോടൊപ്പം മഴക്കാലം കൂടെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വൈറസ് ബാധകളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അത് മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നീട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കോവിഡ് ടെസ്റ്റ് എല്ലാ ശസ്ത്രക്രിയകൾക്ക് മുമ്പും അല്ലെങ്കിൽ ഒരു പനിയായിട്ട് വന്നാൽ കോവിഡ് ആണോ എന്ന് സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് തന്നെയായിരിക്കും റിപ്പോർട്ടിംഗ് കൂടാനുള്ള ഒരു കാരണം. മറ്റു പല സ്ഥലങ്ങളിലും കോവിഡ് ഒരുവിധം ഒന്ന് ശമിച്ചപ്പോഴത്തേക്ക് തന്നെ ഇത്തരം പരിശോധനാ മാർഗങ്ങളെല്ലാം അവർ പാടെ നിർത്തിയതാണ്. അപ്പം എങ്കിലും കോവിഡിന്റെ ഒരു വകഭേദം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചുറ്റിക്കറങ്ങുന്നു എന്ന് കാണുന്നത് കൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. എസ്പെഷ്യലി കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക, പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഗർഭിണികൾ, കുട്ടികൾ, അതേപോലെ വൃക്കരോഗികൾ, അങ്ങനെ എന്തെങ്കിലും ഹൃദ്രോഗികൾ, എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള അസുഖത്തിനൊക്കെ മെഡിസിൻസ് ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ കുറച്ചൊരു രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കുകയും അവർക്ക് ഈ രോഗം വന്നാൽ ചിലപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോകാൻ സാഹചര്യമുള്ളവരാണ്. അത്തരം ആളുകൾ ഒന്ന് ജാഗരൂകരായിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾ വല്ലാതെ ഒരു ഭയചിതരാകേണ്ട കാര്യമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഡോക്ടർ, ഒരു കാര്യം കൂടി, സ്വാഭാവികമായും ഈ രോഗലക്ഷണങ്ങളിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കുറവാണ്. നമ്മൾ പതിവ് കോവിഡ് ലക്ഷണങ്ങളല്ല ഈ പുതിയ വകഭേദത്തിൽ അനുഭവപ്പെടുന്നത് എന്നതൊക്കെ ചില ആശങ്കകളായി പറയുന്നുണ്ട്. എന്താണ് നമുക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു നിർദ്ദേശം? എത്ര കണ്ട് ജാഗരൂകമാവണം? എല്ലാത്തരം പനി ലക്ഷണങ്ങളും ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കോവിഡും കൂടെ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ ഡോക്ടർ സുൽഫി പറഞ്ഞതുപോലെ തന്നെ ഏത് വകഭേദമാണ് നമുക്ക് കൃത്യമായിട്ടൊരു തീർച്ചയായിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുണ്ടാക്കുന്ന ഒരു തീവ്രത നമുക്ക് അറിയുകയുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പനി ഒരു 1-2 ദിവസത്തിൽ കൂടുതൽ, ഒരു 48 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോവിഡ് പരിശോധന ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പനി കടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാരസെറ്റമോൾ പോലെയുള്ള ടാബ്ലറ്റുകളൊക്കെ സാധാരണക്കാരെ എല്ലാ ജനങ്ങളും ഒരു പനി വരുമ്പോൾ കഴിച്ചിട്ട് അതിൽ നിൽക്കുന്നില്ല, പനി കടുത്തോണ്ട് ഇരിക്കുന്നു, മറ്റ് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശക്തമായ ചുമ, ക്ഷീണം, വല്ലാണ്ടുള്ള തളർച്ച, പണ്ട് കോവിഡിനുണ്ടായിരുന്ന പോലെ വയറിളക്കം, ഛർദി പോലെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രണ വിധേയമല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ കാണുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അതൊരു മറ്റൊരു ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അത് തീർച്ചും പണ്ട് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ച പോലെ നമുക്ക് ആളുകളെ ചിലപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ പ്രയാസം വന്നെന്നിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അതിന്റെ കൃത്യമായ രോഗലക്ഷണങ്ങൾ ഒന്നും പുറത്തായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു വിതിൻ 2-3 ഡേയ്സ് തന്നെ അതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു മാനദണ്ഡം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പറയേണ്ടത്. ഡോക്ടർ, നമുക്കറിയാം കേരളത്തിൻ്റെ പൊതു രീതിയിലനുസരിച്ച് ഇതൊരു പനിക്കാലമാണ്. പനി രോഗികളുടെ എണ്ണം, പനി ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണമൊക്കെ പൊതുവിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സമാന ലക്ഷണങ്ങളോടെ നിരവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. നമുക്കറിയാം പലർക്കും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, പനി ലക്ഷണങ്ങളുണ്ട്, വിട്ടുമാറാത്ത പനിയും പനി ലക്ഷണങ്ങളുമുണ്ട്. ഇത്തരം പല ആശങ്കകളുമുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ കോവിഡ് ആകുമോ എന്ന ചർച്ച സ്വാഭാവികമായും ആളുകളിലേക്ക് വരും, ആശങ്ക വരും. ഇവരൊക്കെ ആശുപത്രികളിലേക്ക് എത്തണം, ടെസ്റ്റ് ചെയ്യണം. ഇതാണോ നമുക്ക് പൊതുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോവിഡ് ടെസ്റ്റിൽ ഇപ്പോഴത്തെ ഈ വകഭേദം ഡിറ്റക്ട് ചെയ്യപ്പെടുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കോവിഡ് വൈറസ് എല്ലാം ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഈ ടെസ്റ്റിലൂടെ ആ സെയിം വേർഷൻ തന്നെയാണ് ഇപ്പോഴും വരുന്നതെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള മുൻകരുതലുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കുവാനും, കാരണം നമ്മൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ആന്റിവൈറൽ മരുന്ന് വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോഗ്യ മേഖലയിൽ അങ്ങനെ ഒരു മരുന്ന് വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കോവിഡ് പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയതും കോവിഡിന്റെ സങ്കീർണതകളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു സെയിം ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടർ മരുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗിയെ പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ രോഗലക്ഷണങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പനി, നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് ലക്ഷണങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിക്കണം. അന്നുണ്ടായിരുന്നത് പനിയാണ്, തൊണ്ടവേദന, പനി, ക്ഷീണം, തളർച്ച, ഛർദി, ചിലർക്ക് വയറിളക്കം, പിന്നെ ചുമ, ശ്വാസം മുട്ടൽ, ഇതൊക്കെയായിരുന്നു അന്ന് കോവിഡ് വന്ന കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ തന്നെ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് പിന്നെ കോവിഡ് അല്ലെങ്കിൽ പോലും ചിലപ്പോ
നമുക്കിപ്പോൾ ഡെങ്കു ഫീവർ ഇതെല്ലാം ഈ മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഏതാണെങ്കിൽ തന്നെ അതിനുള്ള ഒരു കൃത്യമായ ഒരു ചികിത്സ കിട്ടിയാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാനുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ടാൽ കൊടുക്കും. അപ്പോൾ നമുക്ക് ഈവൻ ഈ കോവിഡ് ആണെങ്കിൽ തന്നെ, ഒരു അൺഡിറ്റക്റ്റഡ് കോവിഡ് ആണെങ്കിൽ പോലും അതൊരു സങ്കീർണതയിൽ പോകാതിരിക്കാൻ അത് സഹായകമാവും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കുട്ടികളെ, ഗർഭിണികളെ, പ്രായമുള്ള ആളുകൾ ഒക്കെ ഒരു പനി ഈ സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ ഉടനടി ഡോക്ടറെ സമീപിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഡോക്ടർ, ഒരു കാര്യം കൂടി നമുക്കറിയാം, നമുക്ക് ഒന്നിലധികം കോവിഡ് വന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അവർക്കൊക്കെ വന്ന കോവിഡ് ലക്ഷണം, ഉദാഹരണം മണം നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ അനുഭവപ്പെടുന്ന തീവ്ര തലവേദന, ഇങ്ങനെ ചില ലക്ഷണങ്ങളൊക്കെ കോവിഡ് ആണ് എന്ന സൂചന ആദ്യം തന്നെ ഉണ്ടാവുകയും അത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കാണപ്പെടുന്ന വകഭേദത്തിൽ ഇത്തരം മണം ഇല്ലാതാവുന്ന, സ്മെല്ല്, ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്ന അത്തരമൊരു പ്രതിസന്ധി ഇല്ല, അതൊരു ലക്ഷണമായി മാറുന്നില്ല എന്നറിയുന്നു. ഒരു പക്ഷേ അതൊരു നിർദ്ദേശമായി നമുക്ക് മുന്നോട്ട് വെക്കാമോ, അതില്ലെങ്കിൽ കൂടിയും ടെസ്റ്റ് ചെയ്യപ്പെടണമെന്ന കാര്യം? തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം കോവിഡ് തന്നെ പലതവണ 2-3 തവണ കോവിഡ് ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആരോഗ്യ പ്രവർത്തകരായതുകൊണ്ട് വളരെ ക്ലോസ് കോണ്ടാക്ട് ആളുകളുമായിട്ട് വരുന്നതുകൊണ്ട്. അപ്പൊ അപ്പോഴേ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് രണ്ടാമത് വന്ന രോഗലക്ഷണങ്ങളല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോ ഈ ടേസ്റ്റ്, സ്മെല്ല് എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനേക്കാൾ കൂടുതൽ പനി, ശ്വാസം മുട്ടൽ, ചുമ, ശരീര തളർച്ച, ഛർദി, അങ്ങനെയൊക്കെയുള്ള മറ്റ് രോഗലക്ഷണങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്മെല്ല്, ടേസ്റ്റ് ഒക്കെ തന്നെ ആദ്യത്തെ കോവിഡിൽ പോലും ചിലപ്പോൾ 3rd or 4th ഡേയിലൊക്കെയാണ് പല ആളുകൾക്കും സ്മെല്ലൊക്കെ പോയതായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വീണ്ടും വീണ്ടും കോവിഡ് വന്ന ആളുകൾക്ക് ചിലപ്പോൾ ആദ്യം വന്ന ലക്ഷണങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായ രോഗലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വന്നതായിട്ടും ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇതിനകത്തുള്ളത്, കോവിഡ് വന്നതിന് ശേഷമാണ് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് ഹാർട്ട് അറ്റാക്ക് വന്നത് ആളുകൾക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ നമ്മുടെ മറ്റെന്തെങ്കിലും ശാരീരിക അവസ്ഥകൾ കൊണ്ടായിരിക്കും, അല്ലാതെ കോവിഡ് വന്നതുകൊണ്ട് എന്ന് ഉള്ള ഒരു ഭീതി അനാവശ്യമായിട്ട് ആളുകൾക്ക് വരാതിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അതുകൊണ്ട് ആളുകൾ ആ തരത്തിൽ കൂടി ജാഗരൂകമാവണം. ഡോക്ടർ, ഒരു കാര്യം കൂടി നമുക്കറിയാം, നല്ലൊരു അളവിൽ ആളുകളും 2 ഡോസെങ്കിലും വാക്സിൻ സ്വീകരിച്ചവരാണ്. വീണ്ടും ഒരു കോവിഡ് കാലം ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ഈ വാക്സിൻ സ്വീകരിച്ചവർ ആശങ്കപ്പെടേണ്ടതുണ്ടോ? നമുക്കൊരു സുരക്ഷാ കവചം നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ഒരു വാക്സിൻ നമുക്ക് എത്ര കണ്ട് സുരക്ഷ നൽകും ഇക്കാര്യത്തിൽ? വാക്സിൻ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമ്മുടെ ആ കോവിഡ് കാലത്ത് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാക്സിനും ഈ ആന്റിവൈറൽ മരുന്നും പെട്ടെന്ന് തന്നെ ആരോഗ്യ മേഖലയിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്കത് ഒരു തടയിടാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മരണങ്ങളും ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസും ഉണ്ടായേനെ. പിന്നെ ഓരോരുത്തരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി, ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസും വൈറസും പെട്ടെന്ന് വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ വരും. പക്ഷേ വാക്സിൻ എടുത്തവരിൽ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, ഈവൻ ഈ ഒരു സെക്കൻഡ് കോവിഡിന്റെ ഒരു ചെറിയൊരു ലാഞ്ചന വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ആദ്യം അവർക്ക് വന്നൊരു കോവിഡോ അല്ലെങ്കിൽ കോവിഡിന്റെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് വന്ന തീവ്രതയില്ലാതെ അത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പർട്ടിക്കുലർ ഇപ്പോൾ ഉള്ള ഒരു വേവിന് നമ്മൾ എടുത്ത വാക്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് പറയാറായിട്ടില്ല. കാരണം അത് തീർച്ചയായിട്ടും പഠന വിധേയമാകേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ എങ്കിലും ഇതെല്ലാം ഒരു സെയിം ടൈപ്പ് ഓഫ് SARS-CoV-2 എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് വൈറസ് ആണെങ്കിൽ ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർഗനിർദ്ദേശം പുറത്തു വന്നതിന് ശേഷവും ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ പലപ്പോഴും എത്തുന്ന പേഷ്യൻറ്റിനെ കോവിഡ് ലക്ഷണങ്ങളാണോ എന്ന് സംശയം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു രീതി കാണുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാരിൻ്റെ ഈ പൊതുമാർഗനിർദ്ദേശം എല്ലാ മേഖലയിലേക്കും എത്തിക്കാൻ കൂടി ഒരു ജാഗ്രത വേണ്ടി വരുമായിരിക്കും അല്ലേ? അത് വരുന്ന ഇന്നും നാളെയും ഒക്കെ ആയത് സംഭവിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ഒരു മുൻകൈ എടുക്കാൻ കഴിയും. സർക്കാരിന്റെ ഈ നിബന്ധനകളെല്ലാം തീർച്ചയായിട്ടും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള ഡോക്ടർമാരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കഴിയും. അതിന് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും കൃത്യമായ ഒരു മാർഗനിർദ്ദേശം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും അത് ടേക്കപ്പ് ചെയ്യും. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ പ്രൈവറ്റും പബ്ലിക്കും ഒരുപോലെ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ കോവിഡ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ആ നിർദ്ദേശങ്ങളിലേക്ക് അവരും പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ നന്ദി ഡോക്ടർ അനുപമ, കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, പക്ഷേ ജാഗരൂകമാവണം. ഇതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് നമ്മൾ. 2 പ്രധാനപ്പെട്ട കോവിഡ് കാലങ്ങളെ മറികടന്നവരാണ്. അതുകൊണ്ട് ആ ജാഗ്രത നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി എന്നതാണ്. നമുക്കറിയാം കോവിഡിനെ എങ്ങനെ നേരിടണമെന്ന്. ആ ശീലങ്ങളിലേക്ക് നമുക്ക് ഒരു പക്ഷേ മടങ്ങിപ്പോകേണ്ടി വരാം. അതുകൊണ്ട് ശ്രദ്ധയോടെ, കരുതലോടെ ജീവിക്കുക എന്നതാണ്.
രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4000 കടക്കുന്നു എന്നതാണ് പുതിയ ചിത്രം. അത് സ്വാഭാവികമായും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ 35% കേരളത്തിൽ വരുന്നു എന്ന സാഹചര്യമുണ്ട്. എന്താണ് രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യം?